കാരണം പടച്ചവനെ വല്ലാത്ത ദുഃഖങ്ങളുടെ കാലമായിരുന്നു. പണ്ടൊക്കെ നമ്മൾ പത്രങ്ങൾ എടുത്തു നോക്കുമ്പോ വെള്ളിയാഴ്ച പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലിറങ്ങുമ്പോൾ ബക്കറ്റും പിടിച്ചിട്ട് പടച്ചവരെ ഗുജറാത്തില് ഭൂകമ്പമുണ്ടായി, അവിടെ കൊടുങ്കാറ്റടിച്ചു, അവിടെ സുനാമി അടിച്ചു, അല്ലാഹുവേ ജനങ്ങളെ സഹായിക്കാനാണെന്ന് പറഞ്ഞിട്ട് മനുഷ്യ സ്നേഹികൾ ബക്കറ്റും പിടിച്ചു പള്ളികളുടെ മുന്നിൽ നിൽക്കുന്ന കാഴ്ച കണ്ടവരാണ്. പത്രങ്ങളിലൂടെ ഭൂകമ്പങ്ങളെ കുറിച്ചും ഉരുൾപൊട്ടിനെ കുറിച്ചും പടച്ചവനെ വെള്ളപ്പൊക്കത്തിനെ കുറിച്ചും ഞാനും നിങ്ങളും വായിച്ചു. നമ്മളൊക്കെ ചിന്തിച്ചു അതൊക്കെ അങ്ങ് അവിടെയല്ലേ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കൊരു അഹങ്കാരമുണ്ടായിരുന്നു. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാ. നമ്മൾ താമസിക്കുന്ന കേരളമുണ്ടല്ലോ, അത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ഇവിടെ ഒന്നും ഉണ്ടാകില്ല എന്ന് കരുതിയവര്, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക്, പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്ക്. ദൈവത്തിന്റെ നാടെന്ന് പറയുന്ന, ദൈവത്തിന്റെ നാടെന്ന് പറയാൻ പറ്റുന്ന ഒരു നാടിനെ കുറിച്ച് അല്ല പറയുന്നുണ്ട്, കേരളത്തിനെ കുറിച്ചല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അള്ളാഹു ഒരു നാടിനെ കുറിച്ച് പറയുകയാണ്. ആ നാടിനെ കുറിച്ച് നമ്മൾ ഖുർആനിലൂടെ ഓതി നോക്കുമ്പോ, ആ നാടിനെ കുറിച്ച് പഠിക്കുമ്പോ ഇങ്ങനെ ഒരു നാടുണ്ടായിരുന്നോ എന്ന് അത്ഭുതം തോന്നുന്ന രീതിയിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാൻ കഴിയുന്ന ഒരു നാടിനെ കുറിച്ച് അല്ലാഹു പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ലഖദ് കാന ലിസബബിൻ ഫീ മസ്കനിഹിം ആയാ ജന്നതാനി അനിൽ യമീനി വശിമാൽ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ ഒരു നാടിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഏത് നാടെന്നറിയോ? ആ നാടിന് അല്ലാഹു കൊടുത്ത അനുഗ്രഹം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. ആ മനോഹരമായ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാൻ കഴിയുന്ന, അതിനോട് ചേർത്ത് പറയാൻ കഴിയുന്ന ഒരു നാടിനെ കുറിച്ച് അല്ലയാ പറയുന്നത്. ആ നാടിന് അല്ലാഹു ചെയ്ത അനുഗ്രഹം എന്തെന്നറിയോ? ആ നാട്ടിലെ ഒരു പെണ്ണുണ്ടല്ലോ, ആ നാട്ടിലെ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അല്ലാഹുവേ, പഴങ്ങൾ നിൽക്കുന്ന ഒരു തോട്ടത്തിലൂടെ തന്റെ തലയിൽ ഒരു കൊട്ട വെച്ചിട്ട് നടന്നുപോയാ അതാ മരത്തിൽ നിൽക്കുന്ന പഴങ്ങൾ തനിയെ വീണിട്ട് ആ പെണ്ണിന്റെ തലയിലിരിക്കുന്ന കുട്ട പോലും നിറഞ്ഞു പോകുമായിരുന്നു. അത്രയ്ക്കും മനോഹരമായ ഒരു നാട്. പടച്ചവനെ, അവിടെ എല്ലാവർക്കും ആരോഗ്യമാണ്. ആ നാട്ടിലെല്ലാവർക്കും ആരോഗ്യമാണ്. പകർച്ചവ്യാധികളില്ല. ആ നാട്ടില് പകർച്ചവ്യാധികളില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുകയാണ്, ലം യകുൻ ബഹൂലുൻ വലാ ദുബാബുൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുന്നു, ആ നാട്ടിൽ ഈച്ചയില്ല, അവിടെ കൊതുവില്ല, അവിടെ തേളുകളില്ല, അവിടെ പാമ്പുകളില്ല, ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാകുന്ന ഒരു ജീവിയും ആ നാട്ടിലില്ല. അവിടെ എല്ലാവർക്കും ആരോഗ്യമാണ്. അവിടെ രോഗം പരത്തുന്ന ഒരു വസ്തുവുമില്ല, ഈച്ചയില്ല, കൊതുകില്ല. എന്റെ പ്രിയമുള്ളവരെ, ആ നാട്ടിൽ ആർക്കും രോഗമില്ല. എന്തെങ്കിലും ഒരു അണുക്കള്, എന്തെങ്കിലും ഒരു വൈറസ് ആ നാട്ടിലേക്ക്, ജനങ്ങളിലേക്ക് കടന്നു ചെന്നാൽ ആ നാടിന്റെ കാലാവസ്ഥ അത് നശിപ്പിച്ചു കളയുകയാ. ഏത് രോഗത്തിനെയും നശിപ്പിച്ചു കളയാൻ ആ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് കഴിയുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുക, അവിടെ പാവപ്പെട്ടവരില്ല, എല്ലാവർക്കും അല്ലാഹു സമ്പത്ത് കൊടുത്തു. അവിടെ കള്ളന്മാരില്ല, കൊള്ളക്കാരില്ല, പിടിച്ചുപറിയില്ല, ദരിദ്രരില്ല, എല്ലാവർക്കും അല്ലാഹു സമ്പത്ത് വാരിക്കോരി കൊടുത്തു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ഒരു നാടുണ്ടായിരുന്നു, മനോഹരമായ ഒരു നാടുണ്ടായിരുന്നു. അല്ലാഹു സർവ്വ അനുഗ്രഹങ്ങളും വാരിക്കോരി കൊടുത്ത ഒരു നാടുണ്ടായിരുന്നു. പക്ഷേ അല്ലാഹുവേ, 13 പ്രവാചകന്മാരാണ് ആ സമുദായത്തിലേക്ക് കടന്നുപോയത്. അവർക്കെല്ലാവർക്കും അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, പരിശുദ്ധമായ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. പക്ഷേ അവര് മനസ്സിലാക്കാൻ തയ്യാറായില്ല. അല്ലാഹു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടും അവര് നന്ദി കെട്ടവരായപ്പോൾ, അവർ അല്ലാഹുവിനോട് ധിക്കാരം കാണിച്ചപ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അവർ അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചപ്പോ അല്ലാഹു അവർക്ക് കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ?
എന്റെ പ്രിയമുള്ള സഹോദര, 70 നദികളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടി അവരൊരു അണക്കെട്ട് പണിതിരുന്നു. അവർ അല്ലാഹുവിനെ മറന്നു കളഞ്ഞപ്പോ ആ അണക്കെട്ട് പൊട്ടിച്ചു കളഞ്ഞിട്ട് അല്ലാഹു ആ നാട് മുഴുവനും നശിപ്പിച്ചു കളയുന്നു. അല്ലാഹു ആ നാട് മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഇന്നും ആ നാടുണ്ട് സഹോദരാ. അല്ലാഹുവിന്റെ സർവ്വ അനുഗ്രഹങ്ങളും കൊണ്ട് നിറച്ച, ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത ആ നാടിന്റെ ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയുമോ? അല്ലാഹു അതിനെ ശവപ്പറമ്പ് പോലെയാക്കി എന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹുവേ, കള്ളുമുള്ള ചെടികളും അതാ കൈപ്പുള്ള മരങ്ങൾ മാത്രമുള്ള ഒരു നാടാക്കി അല്ലാഹു ആ നാടിനെ മാറ്റിയെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, പടച്ചവനെ 2 വർഷക്കാലമായി നമുക്കറിയാ സുനാമി എന്തെന്ന്, എന്താണ് ഉരുൾപൊട്ടലെന്ന്, എന്താണ് വെള്ളപ്പൊക്കമെന്ന്. പടച്ചവനെ, കാറ്റിന്റെ വേഗത ഓരോ പേരുകളാണല്ലോ. പടച്ചവനെ, എന്താണ് സർവ്വനും നഷ്ടപ്പെട്ടു പോയി. ഒരു 10 കാലം തന്റെ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും വെള്ളത്തിൽ ഇങ്ങനെ ഒലിച്ചു പോകുമ്പോ ഇന്നലത്തെ പണക്കാരൻ ഇന്ന് ഒന്നുമില്ലാത്തവനെ പോലെ പടച്ചവനെ ക്യാമ്പുകളിലേക്ക് പോയി കിടക്കേണ്ട ഒരവസ്ഥ കണ്ടവരാ. എന്റെ പ്രിയമുള്ളവര്, എന്തിനാണ് അല്ലാഹു ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്? നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കിത് പഠിക്കുന്നതിന് വേണ്ടിയാ, വെറുതെയല്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ചോദിച്ചത്, നീ എന്തേ ചിന്തിക്കാത്തത്? എന്തേ നീ ചിന്തിക്കാത്തത്? അല്ലാഹ് പറഞ്ഞില്ലേ എന്തിനാണ് ഒരുപാട് സംഭവങ്ങള് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ? എന്തിനാ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയുടെ സമുദായത്തെ വെള്ളത്തിൽ മുക്കിക്കൊന്ന ചരിത്രം പറഞ്ഞത്? എന്റെ പ്രിയമുള്ളവരെ, തലകീഴായി മറിച്ച ചരിത്രം പറഞ്ഞത്? ഈ ചരിത്രമൊക്കെ പറഞ്ഞിട്ടും പഠിച്ചിട്ടും നമ്മൾ നന്നാകാതെ വന്നപ്പോ അല്ലാഹു ലൈവായി നമുക്ക് കാണിച്ചു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നിങ്ങൾ ചോദിക്കും, അല്ലാഹു ഞങ്ങൾക്ക് നിർഭയത്വം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ നിസ്കരിക്കുന്നവരാണല്ലോ, നിങ്ങൾ നന്മ ചെയ്യുന്നവരാണല്ലോ, എന്തേ അല്ലാഹു ഞങ്ങൾക്ക് ഈ പരീക്ഷണങ്ങൾ തരുന്നത്? എന്റെ പ്രിയമുള്ള സഹോദരാ, നിന്റെ ഈമാൻ അളക്കുന്നതിന് വേണ്ടിയാ. നീ പറയുന്ന, നീ വിശ്വസിക്കുന്ന ആ വിശ്വാസം ഉറച്ച വിശ്വാസമാണോ എന്ന് അളക്കുന്നതിന് വേണ്ടിയാണ് പടച്ച റബ്ബി പരീക്ഷണം തരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. അല്ലാഹു ചോദിക്കുകയാ, സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതിയോ? അല്ലാഹു ചോദിക്കുകയാണ്, സ്വർഗ്ഗമങ്ങ് വെറുതെ കിട്ടുമെന്ന് കരുതിയോടാ? അല്ലാഹ് പറയുകയാ, ഫലമ്മായതികും മസലുല്ലദീന ഖലൗ മിൻ ഖബലികും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഇതെല്ലാം നേരിടാതെ നിനക്ക് സ്വർഗ്ഗം കിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, വെറുതെയല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹു പറയുന്നു എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്, എങ്ങനെയാണ് ഞാൻ പരീക്ഷണം കൊടുക്കുന്നത്? അല്ലാഹു തന്നെ പറയുന്നു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരി സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആദം നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പുറത്താക്കി അള്ളാഹു പുറത്തേക്ക് വിടുമ്പോ ആദം നബിയോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം, പേടിയൊന്നും വേണ്ട, പൊക്കോ, ഭൂമിയിലേക്ക് പൊക്കോ, ഞാൻ നോക്കിക്കൊള്ളാം, നിന്റെ സമുദായത്തിനെ, നിന്റെ അനുയായികളെ, നിന്റെ അനന്തരാവകാശികളെ ഞാൻ നോക്കിക്കൊള്ളാം, പൊക്കോ. ആദം നബിയെ പറഞ്ഞ് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ടു. ഇവിടെ വന്നു കഴിഞ്ഞു, പടച്ചവൻ എന്താ പ്രയാസം? ഇവിടെ നോക്കിയാലും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും വല്ലാത്ത പോയി നമ്മളൊക്കെ ഇങ്ങനെ നടക്കുക. പടച്ചവനെ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്തിനാ അല്ലാഹ് ഈ പരീക്ഷണങ്ങളൊക്കെ തരുന്നത്? നിസ്കരിക്കുന്ന നിന്നെ എന്തിനാ അല്ലാഹ് കണ്ണുനീര് കുടിപ്പിക്കണേ? സദക്ക കൊടുക്കണ നിന്നെ എന്തിനാ അള്ളാഹു കണ്ണുനീര് കുടിപ്പിക്കുന്നേ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടൊന്നുമല്ല,
നിന്റെ ഈമാൻ ഉറച്ചതാണോ എന്ന് അള്ളാഹു ഇടയ്ക്കിടയ്ക്കൊന്ന് അളന്നു നോക്കുന്നതാണെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ഈമാൻ ഉറപ്പിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വല്ലാത്ത പ്രയാസത്തിലൂടെ നടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഹിജറ ചർച്ച ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, എന്താണ് ഹിജറ? ഹിജറ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ പാഠമെന്താ? ഇന്നത്തെ സാഹചര്യവുമായിട്ട് ഏറ്റവും അനുയോജ്യമായി ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഹിജറ. എന്താണ് ഹിജറ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് മക്കക്കാർക്ക് പറയാൻ 1000 നാവാ. അള്ളാഹുവിന്റെ റസൂലിനെ അവർ അല്ലമീൻ എന്ന് വിളിച്ചു. മുത്തുനബിയെ ഏത് കാര്യത്തിനും അവര് വിളിച്ചു കൊണ്ടുപോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു വാക്കിനപ്പുറം മറ്റൊന്നുമില്ല. എല്ലാവർക്കും വല്ലാത്ത അള്ളാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത സ്നേഹമാണ്, എല്ലാവർക്കും വല്ലാത്ത ബഹുമാനമാണ്. മുഹമ്മദിനെ കുറിച്ച് പറയാം 1000 നാവായിരുന്നു. പക്ഷേ 40ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആർസവർ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്ത് മുത്തുനബി ഇരിക്കുമ്പോ മുത്തുനബിയുടെ മുന്നിലേക്ക് അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുമായിട്ട് മുത്തുനബിയുടെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് നബൂവത്ത് കിട്ടി. അല്ലാഹുവിന്റെ റസൂല് ഖുറൈശികളുടെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, പടച്ച റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ അതുവരെ അല്ലമീൻ എന്ന് വിളിച്ചവര്, അതുവരെ സ്നേഹിച്ചവര് അല്ലാഹുവിന്റെ പ്രവാചകനെ കള്ളനെന്ന് വിളിക്കാൻ തുടങ്ങി, ആട്ടിയിറക്കാൻ തുടങ്ങി, മുഹമ്മദിന് പ്രാന്താണെന്ന് പറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പ്രബോധനം തുടങ്ങുകയാണ്. മുത്തുനബി അവിടുന്ന് പ്രബോധനം തുടങ്ങുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരുന്നവരുണ്ടല്ലോ, അല്ലാഹുവേ അവർക്ക് നേരിടേണ്ടി വന്നത് വല്ലാത്ത പ്രയാസമോ. എന്റെ പ്രിയമുള്ളവരെ, ഹിജറ പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ പാഠം എന്തെന്നറിയോ? നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യമെന്താ? അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക് കടന്നു വന്നോ, ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുണ്ടല്ലോ, അവർക്ക് നേരിടേണ്ടി വന്നത് വല്ലാത്ത ത്യാഗമാ. അള്ളാഹുവിന്റെ പ്രവാചകനെയും തന്റെ കുടുംബത്തെയും ഷൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവില് 3 കൊല്ലമാണ് കൊണ്ടുപോയി അവർ പട്ടിണിക്കിട്ടത്. കഴിക്കാൻ ഭക്ഷണമില്ലാതെ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചിട്ട് പോലും മുത്തുനബി എവിടെന്ന് കഴിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവുമുണ്ടല്ലോ, പടച്ചവനെ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച് കഴിച്ചിട്ട് അതാ മൃഗങ്ങൾ ആടുകളെ കാഷ്ടിക്കുന്നത് പോലെ അവർ കാഷ്ടിച്ചു എന്ന് ചരിത്രം പറയുകയാണ്. ഷൈബ് അബീ താലിബിന്റെ മലഞ്ചെരുവിലൂടെ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെയും കുടുംബത്തിന്റെയും വിശപ്പ് കാരണമുള്ള തേങ്ങല് പോലും കേൾക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, ഇസ്ലാമിലേക്ക് കടന്നു വന്നവർക്ക് നേരിടേണ്ടി വന്നത് വല്ലാത്ത പീഡനമോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇന്ന് അവിടെയും ഇവിടെയും നടക്കുന്ന ഓരോ അക്രമങ്ങളെ കുറിച്ച് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഇതൊന്നുമായിരുന്നില്ല മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. ബിലാൽ തങ്ങളുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കിയിട്ട് തെരുവിലൂടെ വലിച്ചിടച്ചുകൊണ്ട് നടക്കുകയാണ്. പടച്ചവനെ, ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റി പടുത്തു കിടക്കുന്ന മലയാരുണ്യത്തിൽ മലർത്തി കിടത്തിയിട്ട് തന്റെ നെഞ്ചിലേക്ക് കരിമ്പാറയെടുത്ത് വെച്ചിട്ട് ചാട്ടവാറ് കൊണ്ട് തല്ലിച്ചതയ്ക്കുകയാ. എന്തിനാ? ആരെയെങ്കിലും കൊന്നതിന്റെ പേരിലല്ലോ, മോഷണം നടത്തിയതിന്റെ പേരിലല്ലോ, എന്തെങ്കിലും അപരാധം ചെയ്തതിന്റെ പേരിലല്ലോ. എന്തിനാണ് ബിലാൽ നിങ്ങളുടെ കഴുത്തിൽ കയറ് കെട്ടിയിട്ട് തെരുവിലൂടെ വലിച്ചിടച്ചതെന്നറിയോ? അള്ളാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിലോ, മുസ്ലിമായതിന്റെ പേരിലോ കരിമ്പാറ നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ് കൊണ്ട് തല്ലിച്ചതയ്ക്കുമ്പോ അവസാനം കടന്ന് അല്ലാഹുവേ വെള്ളം കുടിക്കാതാഹിച്ചിട്ട് തൊണ്ട പൊട്ടിയിട്ട് വെള്ളത്തിന് വേണ്ടി കിടന്ന് ബിലാൽ തങ്ങൾ യാചിക്കുമ്പോ
ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് കൊണ്ടുവന്ന് ബിലാൽ തങ്ങളുടെ വായിലേ കുടിച്ചു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, അവിടെ ഇട്ട് തല്ലിച്ചതയ്ക്കുമ്പോഴും ബിലാൽ തങ്ങൾ വിളിച്ചു പറഞ്ഞത് അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. വല്ലാത്ത പീഡനങ്ങളായിരുന്നു സഹാബികൾക്ക് നേരിടേണ്ടി വന്നത്, വല്ലാത്ത പീഡനമാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും പടച്ചവനെ ഇങ്ങനെ നടന്നു വരുമ്പോ ഖുറൈശികൾ ഒരാണിനെയും പെണ്ണിനെയും പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിച്ചതയ്ക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസ്മാൻ തങ്ങളും നോക്കുമ്പോ ഒരാണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്റെ പൊന്നാര മകന്റെ മുന്നിലിട്ട് ഖുറൈശികളെ തല്ലിച്ചതയ്ക്കുകയാണ്. ആരെയെന്നറിയുമോ? മഹ്ദി സുമയ്യ, സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ. പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് അമ്മാർ റളിയല്ലാഹു തആല അൻഹു, യാസിർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതിന്റെ പേരിൽ പടച്ചവരെ ഖുറൈശികള് നാല് ഭാഗത്തു നിന്ന് തല്ലിച്ചതയ്ക്കുകയാണ്. എന്ത് പറഞ്ഞിട്ടും ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരാതിരുന്നപ്പോ എന്തേ ചെയ്തതെന്നറിയുമോ? അതാ തീ കൂട്ടുകയാണ്, അതാ തീ കൂട്ടുകയാണ്. എന്നിട്ട് റബ്ബേ, സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവിന് അതാ കൈകാലുകൾ കെട്ടിയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് തലകീഴായി കെട്ടി നിർത്തുകയാ. പടച്ചവരെ, തീയെന്ന് പടർന്നു പിടിക്കുകയാണ്. തന്റെ മുടിയിലൂടെ തന്റെ ശരീരത്തിലേക്ക് തീ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. അവിടെ കിടന്ന് മരണവെപ്രാളത്തിൽ പിടയുമ്പോ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ ഭർത്താവ് തീക്കകത്ത് കിടന്ന് കരിയുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഓടി വന്ന് തീയിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ വെളിയിലേക്ക് തള്ളിയിടുകയാണ്. മലരാരണ്യത്തിൽ കിടന്ന് ഉരുളുകയാണ്. തന്റെ ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് അല്ലാഹുവേ, വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുമ്പോഴാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. ആ സമയത്താണ് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അവസാനം വരെ ഈ പീഡനങ്ങളാണോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന് അവിടെന്ന് പറഞ്ഞു, സുമയ്യ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാണ് സുമയ്യ. മുത്തുനബി അവിടെന്ന് പറയുമ്പോ അല്ലാഹുവേ, ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഇവന്മാര് നമ്മളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ, ഇവര് നമ്മളെ എന്ത് കൊല ചെയ്താൽ ഒരിക്കലും ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കരുത്. അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് ഭാര്യ ധൈര്യം പകർന്നു കൊടുക്കുകയാ. അബൂജഹലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ പടച്ചവനെ ഒരു കമ്പിയെന്ന് കുത്തിയിറക്കുകയാണ്. സുമയ്യ ബീബിയെ ചവിട്ടി തറയിലിട്ടു. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് സുമയ്യ വിളിച്ചു പറഞ്ഞു, തോക്കല്ലേ, ഇവരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ. അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. അബൂജഹൽ കാലെടുത്ത് സുമയ്യ ബീവിയുടെ തലയിൽ ചവിട്ടി മണ്ണിലേക്ക് ചവിട്ടി താഴ്ത്തുമ്പോഴും വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദ്. അവിടുന്ന് കോപം വന്നു. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ച് മലർത്തിക്കിടത്തിയിട്ട് അതാ കുന്തം വലിച്ചൂരിയിട്ട് ആ കുന്തം സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യഭാഗത്തേക്ക് അവിടുന്ന് കുത്തിയിറക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞത്, അല്ലാഹു വഹദ്. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു പീഡനത്തിന്റെ കാലമുണ്ടായിരുന്നു. മുസ്ലിമായതിന്റെ പേരില് അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികൾക്ക് നേരിടേണ്ടി വന്ന പീഡനമിതാ. ഇന്ന് പ്രച്ചവന് നമ്മൾ ഇതിന്റെ നാലിലും അനുഭവിക്കുന്നുണ്ടോ?
ഞാനും നിങ്ങളും പല്ലാത്ത കഥ പറയുന്നവരാ. ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എടുത്തു നോക്ക്, ഇതുപോലെ പടച്ചവനെ നമ്മൾ അനുഭവിക്കുന്നില്ല. മുസ്ലിമേ, വേണ്ടത് ത്യാഗമാ. നീ ത്യാഗം സഹിക്കാൻ തയ്യാറാക് മോനെ. നീ മുസ്ലിമാടാ, നിനക്ക് മരിക്കാൻ എന്ത് പേടിയാ? നിനക്ക് മരിക്കാൻ എന്തിനാ പേടിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ജനിച്ചപ്പോഴേ ബാങ്കം വിളിച്ചു, ഇഖാമത്തും കൊടുത്തു. ഇനി പള്ളിപ്പറമ്പിലേക്ക്, പള്ളിക്കകത്തേക്ക് കുളിപ്പിച്ചുകൊണ്ട് കടത്തുന്നത് കാത്തിരിക്കുന്നു നമുക്ക്. എന്തൊരു ഭയമാ സഹോദരാ. ലോകത്ത് നമ്മൾ മാത്രമേ ദുആ ചെയ്യാറുള്ളൂ. ലോകത്ത് നമ്മൾ മാത്രമേ ദുആ ചെയ്യാറുള്ളൂ. അല്ലാഹുവേ, ഒരു നല്ല മരണം തരണേ അല്ലാ, ഒരു നല്ല മരണം തരണേ അല്ലാ, മരണം നന്നാക്കി തരണേ എന്ന് ചോദിക്കുന്ന, മരിക്കാൻ പേടിയില്ലാത്ത പടച്ചവനെ എവിടെ കിടന്ന് നടുറോഡിൽ കിടന്ന് വെട്ടുകൊണ്ട് മരിച്ചാൽ ആ വെട്ടുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതല്ലേ മുസ്ലിമേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം. അല്ലാതെ കൊട്ടാരം പണിയണമെന്നാണോ, രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കണമെന്നാണോ? ഇതൊന്നുമല്ല ഈമാനുള്ള, നിസ്കാരത്തടമ്പുള്ള, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണമെന്നാ, അല്ലാതെ വേറൊരു മോഹവുമില്ല. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, സ്വർഗം വെറുതെ കിട്ടൂല. അള്ളാന്റെ സ്വർഗം വെറുതെ കിട്ടൂല. നിന്റെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കാതെ റബ്ബിന്റെ സ്വർഗം അല്ലാഹു നിനക്ക് തരില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വഅദ് വെറുതെ പറയാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവെ ഹിജ്റ പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ പാഠം ത്യാഗം സഹിക്കാൻ നീ തയ്യാറാകണം. നിന്നെ തല്ലും, നിന്നെ കൊല്ലും, നിന്റെ ശരീരത്തിൽ കത്തി കുത്തി ഇറക്കിയിട്ട് പച്ച ഇറച്ചി വലിച്ചെടുക്കും, ചിലപ്പോൾ പെട്രോൾ ഒഴിച്ചിട്ട് ജീവനോടെ നിന്നെ കത്തിക്കും. ആ കത്തിക്കുമ്പോൾ നീ പറയണം അല്ലാഹു അഹദ് എന്ന് പറയാൻ കഴിയണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എടുത്ത് പത്രത്തിൽ വായിച്ചു ഒരു ചെറുപ്പക്കാരനെ മുന്നിൽ പിടിച്ചു നിർത്തിയിട്ട് ജയ് ശ്രീമാന്തോ ജയ് ശ്രീരാമെന്ന് വിളിക്കില്ലെങ്കിൽ ഇപ്പം കത്തിക്കും. അവസാനം അവനെ തല്ലുന്നത് കണ്ടപ്പോൾ അവൻ്റെ വാപ്പ പറഞ്ഞു, മോനെ വിളിച്ചേക്കാൻ. ഞാൻ വിളിക്കൂല വാപ്പ. 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സഹാബികളുടെ കഥയല്ല. ഈ അടുത്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിയിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിച്ചതച്ചിട്ട് ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ചപ്പോൾ ഇപ്പൊ കത്തിക്കൂന്ന് പറഞ്ഞപ്പോഴും വാപ്പ പറഞ്ഞത്, പറഞ്ഞേക്കും മോനെ വിളിച്ചേക്കാനാ. ഞാൻ വിളിക്കൂല വാപ്പ, എന്നെ കൊന്നാലും വിളിക്കൂല. അള്ളാഹു പൊന്നുമോന് ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. നമ്മളാണെങ്കിൽ കണ്ടം വഴി ഓടും. അതന്നെ നമ്മുടെ അവസ്ഥ. നമ്മളെങ്ങാണ് അങ്ങനെ പിടിച്ചിരുത്തിയിട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞ് നമ്മൾ വേണമെങ്കിൽ പറയും നീ അല്ലാന്ന് വരെ നമ്മൾ പറയും. അതാ നമ്മുടെ വിശ്വാസം. നീ വിചാരിച്ചു, അല്ല ചോദിച്ചു, നിനക്ക് ഓസിനങ്ങ് കയറിപ്പോകാൻ അല്ല സ്വർഗം വെച്ചിരിക്കണേ? അള്ളാഹു വെറുതെ ഒന്നും അള്ളാഹു സ്വർഗം തരൂല. എന്തിന്? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കൊല്ലം, ഒരു ദിവസവും ഒരാഴ്ച ഒരു മാസമല്ല, 3 കൊല്ലമാ പോയിട്ട് 2 മലകൾക്കിടയിൽ കിടന്നിട്ട് പുല്ലു പറിച്ച് തിന്നത്. നമ്മൾ തിന്നിട്ടുണ്ടോ? ഞാനോ നിങ്ങളോ? നമ്മളെ ഇവിടെ സാമ്പത്തിക ഞെരുക്കം, മണ്ണാങ്കട്ട, അതാ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ സാമ്പത്തിക ഞെരുക്കം. നമുക്കിവിടെ സമ്പത്ത് എന്ത്? നമുക്കതിൻ്റെ ആവശ്യമെന്ത്? 3 കൊല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. നമുക്ക് എന്തെങ്കിലും നമ്മളെന്താ പറയുക, അള്ളാഹിക്ക് എന്തോ നമ്മളോട് വെറുപ്പ്, പടച്ചോൻ എന്തോ വെറുപ്പ്, അതല്ലേ അള്ളാഹ്. സഹോദര, ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു പരീക്ഷിച്ചത് ആരെയാ? നീ വിചാരിക്കുന്നത് നിന്നോട് അള്ളാഹിക്ക് എന്തോ വെറുപ്പുള്ളത് കൊണ്ടാണെന്ന്. വെറുപ്പല്ല, സ്നേഹം കൂടിയത് കൊണ്ടാ. അതാ മനസ്സിലാക്കണ്ടേ. എന്തേ ഉസ്താദെ, ഞാൻ ഇത്ര 5 നേരം നിസ്കരിക്കും, തഹജ്ജുദ് വരെ നിസ്കരിക്കും, എന്നിട്ട് അല്ല എന്താ എനിക്കിങ്ങനെ തരുന്നേ? അത് നിന്റെ ഈമാനിന്റെ കുറവ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയാ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് 1,24,000 പരം വരുന്ന അംബിയ മുർസലീങ്ങൾ കാണുന്ന നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. സലാത്തൊക്കെ പറഞ്ഞു, ഇനി പറയാനൊന്നും ഉണ്ടാവില്ല. എല്ലാം വാരിക്കെട്ടാൻ സമയമായി. അതുകൊണ്ട് ചെയ്യാൻ പറ്റണ നല്ല കാര്യങ്ങൾ ചെയ്തോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എനിക്ക് പലതും പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ ഒരു അതിരിടുക. പ്രസംഗമാണല്ലോ, ഇതൊക്കെ ലൈവാണ്. അതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇന്നത്തെ കാലം ഇതാ ക്ലിപ്പിറങ്ങണ കാലമായതുകൊണ്ട്. എന്തായാലും പിന്നെ മഅദിനിയുടെ നാട്ടിൽ വന്നിട്ട് പിന്നെ അതിന് ആ ചങ്ങാതിക്ക് അള്ളാഹു വല്ലാത്തൊരു ധൈര്യ.
എന്നും പറയാനുള്ള ധൈര്യം അള്ളാഹു ആ ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇപ്പം പോയി ചോദിച്ചാലും അതുപോലെ തന്നെ പറയും, ഒരു മാറ്റമില്ല. ഇപ്പം പോയി ചോദിച്ചാലും എൻ്റെ പ്രിയമുള്ള അതൊരു വല്ലാത്തൊരു ഈമാൻ. എത്രയൊക്കെ കുറ്റം പറയാൻ ഓരോരുത്തരൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. തൊടിയിൽ ഉസ്താദ് പറഞ്ഞതുപോലെ നാവിന് ഇത്തിരി വല്ലാത്തൊരു ധൈര്യം. എന്തായാലും അൽഹംദുലില്ലാ ഉമ്മത്തിനൊക്കെ ഒരുപാട് പ്രവാചകന്മാർക്ക് പ്രസംഗിക്കാനുള്ള ഒരു ഞങ്ങൾ ആ പ്രസംഗം കേൾക്കുമ്പോഴാണ് പ്രസംഗിക്കണമെന്ന ആഗ്രഹം തന്നെ പലർക്കുണ്ടായത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന അശദ്ദന്നാസി ബലാ അൽ അംബിയാ, ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്ക്, അല്ലാതെ കള്ളുകൂടിയും പെണ്ണുകൂടിയൊന്നുമല്ല, കാഫിരീങ്ങൾക്കൊന്നുമല്ല. എൻ്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു കണ്ണുനീര് കുടിപ്പിച്ചത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരായ പ്രവാചകനെയാ ഉപ്പാനെ കാണാൻ പറ്റിയോ? ജനിച്ചതിന് മുമ്പേ പോയി. ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ വാപ്പ പോയി. ഉമ്മാനെ കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് ഉമ്മയും പോയി. പിന്നെ താങ്ങും തണലുമായി നിന്ന് ഓരോന്നായി പോയി, എല്ലാം പോയി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പട്ടിണി കിടന്നില്ലേ? നമ്മളൊക്കെ പട്ടിണി കഥ പറയും. നമ്മൾ ആരെങ്കിലും ഇന്നത്തെ തലമുറയോട് നബിയുടെ ചരിത്രം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയപ്പോൾ നേതാവ് 2 എണ്ണം കെട്ടി. ഇന്നത്തെ തലമുറ ചോദിക്കും, കല്ല് വെച്ച് കെട്ടിയാൽ വിശപ്പ് മാറുമെന്ന്. അതാ ഇന്നത്തെ സമുദായം, ഇന്നത്തെ നമ്മുടെ സമൂഹം അങ്ങനെയാ. എൻ്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അനുയായികൾ 1 എണ്ണം വെച്ച് കെട്ടിയപ്പോൾ മുത്തുനബി 2 എണ്ണം വെച്ച് കെട്ടിയിട്ട് കിടന്നേ. 1 മാസം തൻ്റെ വീടിൻ്റെ അകത്ത് അടുപ്പ് പുകഞ്ഞിട്ട് 1 മാസക്കാലം തൻ്റെ വീടിൻ്റെ അകത്ത് തീ കത്തിച്ചിട്ടില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം എത്ര മക്കളെയാ കൊണ്ട് പള്ളിപ്പറമ്പിൽ കവറടക്കിയേ? 1 2 അല്ലല്ലോ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ എത്ര മക്കളെയാ, സ്വന്തം മകളുടെ മയ്യത്ത് പോലും കാണാൻ കഴിഞ്ഞില്ലല്ലോ. യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബിയേ, ജന്നത്തിൽ ബക്കീലേക്ക് പോ നബിയെ, മോളെ കബറടക്കാൻ കൊണ്ടുപോയി. മുത്തുനബി ഓടി ചെല്ലുമ്പോൾ തൻ്റെ പൊന്നാര മകളുടെ ജനാസ കബറിൻ്റെ അകത്ത് ഇറക്കി വെച്ചു. പലകയെടുത്തിടുന്ന സമയത്താണ് മുത്തുനബി കടന്നുപോയത്. ഉസ്മാന് തങ്ങൾ ചോദിച്ചു, നബിയെ കാണണോ നബിയെ? വേണ്ട ഉസ്മാനെ, അടക്കിയേരെ. എൻ്റെ പ്രിയമുള്ളവരെ, സ്വന്തം മക്കളുടെ മയ്യത്ത് കബറടക്കിയ വാപ്പ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു കണ്ണുനീര് കുടിപ്പിച്ചത് വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹം കൂടിയത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ നമുക്കും ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിതിനേക്കാളും വലിയ ഒരു കാലം വരുന്നുണ്ട്. ഇത് തുടക്കവാ. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് എല്ലാം വാരിപ്പറക്കി 4 ഭാഗത്ത് എന്നിട്ട് അങ്ങോട്ട് തല്ലു തുടങ്ങും. കൊള്ളാൻ തയ്യാറായിക്കോ? എല്ലാവരും അതിനുള്ള ഒരു തയ്യാറെടുപ്പ് മാനസികമായിട്ട്. ഇനി ഒറ്റ സഹായമേ ഉള്ളൂ. ഒരു പാർട്ടിക്കാരുടെയും നോക്കിയിട്ട് കാര്യമില്ല. ഇനി ഒറ്റ സഹായം, ബദരീങ്ങളെ സഹായിച്ച അള്ളാഹ് ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈമാൻ അങ്ങോട്ട് ഉറപ്പിച്ചോ, റബ്ബിന്റെ സഹായം കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതല്ലാതെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും അവിടെ അനുഭവിക്കേണ്ടി വന്നത് വല്ലാത്ത പീഡനങ്ങളാണ്. എവിടെ നോക്കിയാലും പരാതിയാണ്. മുത്തുനബിയുടെ മുന്നിലേക്ക് മഹാനായ അറത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് ശരീരം കാണിച്ചിട്ട് പറയുന്നു, നബിയേ, പച്ചയിറച്ചി കുത്തിയെടുത്ത ശരീരമാണ്. അല്ലാഹുവേ, അതാ അമ്പ് പഠിപ്പിച്ചിട്ട് ശരീരത്തിലേക്ക് കുത്തിക്കേറ്റിയിട്ട് അവിടെ നിന്നും മാംസം ഇങ്ങനെ കുത്തിയിറക്കിയ ശരീരം കൊണ്ടുവന്ന് മുത്തുനബിയുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുകയാ, മുത്തുനബി പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? സഹാബാ, ബനൂ ഇസ്രായേലിൽപ്പെട്ട ജനങ്ങളെ പിടിച്ചുകൊണ്ട് വരികയാണ്. മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞു കൊടുത്തു. ശരീരത്തിൽ നിന്ന്, കാലിൽ നിന്ന് അതാ പഠിപ്പിച്ച കമ്പി കൊണ്ട് പച്ച മാംസം കുത്തിയെടുത്ത ശരീരം കാണിച്ചിട്ട് മുത്തുനബിയോട് പരാതി പറയുന്ന സ്വഹാബിയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിന്റെ മുൻഗാമികളെ പിടിച്ചു കൊണ്ടുവരും, മുസ്ലിമായവരെ കൊണ്ടുവരും, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരെ കൊണ്ടുവരും. കുടിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് ഈർച്ചവാളെടുത്ത് അതാ ഉച്ചയിൽ വെക്കുകയാ. തലയുടെ മധ്യഭാഗത്ത് ഈർച്ചവാളെടുത്ത് വെച്ചിട്ട് ചോദിക്കുമോ, തിരിച്ചു വരുവോ? ഇസ്ലാമിനെ കളഞ്ഞിട്ട് വരുവോ? ഇല്ലെന്ന് പറഞ്ഞാൽ അവരെ 2ആയിട്ട് മുറിച്ച് കളയുന്നു സഹാബാ.
മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ത്യാഗമാണ് വേണ്ടത്. അതാണ് ത്യാഗമാണ് നമുക്ക് വേണ്ടത്. ഒന്നാമതായി ഹിജ്റ പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ത്യാഗം സഹിക്കാൻ തയ്യാറാകൂ. ത്യാഗത്തിലൂടെ എന്തും നേടാൻ കഴിയൂ. ത്യാഗത്തിലൂടെ എന്തും നേടാൻ കഴിയൂ. അങ്ങനെ നേടിയാലേ അതിൽ വിജയമുള്ളൂ. എന്റെ പ്രിയമുള്ളവർ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ മുഴുവനും എന്ന് പരാതി പറയുമ്പോ മുത്തുനബി പറഞ്ഞു, സ്വഹാബാ ഹിജ്റ പോകാ തയ്യാറെടുക്ക് സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബികളോട് മദീനത്തേക്ക് ഹിജ്റ പോകാനുള്ള അനുവാദം കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് അനുവാദം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുസ്ലിമീങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഹിജ്റ പോകാ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാ. സ്വഹാബികൾ അവിടുന്ന് ഹിജ്റ പോകാൻ പടച്ചവനെ പല പല സംഘങ്ങളായിട്ട് ഹിജ്റ പോകാ തയ്യാറാവുകയാ. ഹിജ്റ തരുന്ന രണ്ടാമത്തെ പാഠം എന്തെന്നറിയോ? വെറുതെ അല്ലാഹു ഏകനാണ്, ഞാൻ പടച്ച റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുന്നു, അല്ലാഹുവാണ് സർവ്വതിനേക്കാളും വലുത് എന്ന് വെറുതെ പറഞ്ഞാ പോരാ. അല്ലാഹുവിന്റെ പ്രവാചകന് ഹിജ്റ പോകാൻ പറയുമ്പോ സഹാബികൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ അവര് ഹിജ്റയുടെ യാത്ര തുടങ്ങുമ്പോ ഖുറൈശികൾ പറഞ്ഞതെന്തെന്നറിയോ? പോകണമെങ്കിൽ പൊക്കോ, ഈ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകണമെങ്കിൽ പൊക്കോ, പക്ഷേ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ഇത്രയും കാലം നീ സമ്പാദിച്ചത്, ഈ മക്കയിൽ വെച്ച് സമ്പാദിച്ചത് മുഴുവനും ഈ മക്കയിൽ തന്നെ നീ ഇട്ടിട്ട് വെറും കയ്യോടെ പോകടാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിനോട് മക്കക്കാര് പറയുമ്പോ, ഖുറൈശികൾ പറയുമ്പോ, അല്ലാഹുവാണ് വലുത്, സർവ്വതിനേക്കാളും ഈ ലോകത്തുള്ള സർവ്വതിനേക്കാളും പടച്ച റബ്ബാണ് വലുത്. അവിടെ വീടിന് വിലയില്ല, അവിടെ സമ്പത്തിന് വിലയില്ല. മക്കയിൽ സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ തന്നെ ഉപേക്ഷിച്ചു. ഇട്ടിരുന്ന വസ്ത്രത്തോടു കൂടിയാണ് സ്വഹാബികൾ ഹിജ്റ പോയത്. അവര് പറഞ്ഞത് വെറുതെയല്ല, അല്ലാഹുവാണ് വലുതെന്ന് അവർ നാവ് കൊണ്ട് മാത്രം പറഞ്ഞതല്ല, അവര് ഹൃദയം കൊണ്ട് പറഞ്ഞവരാ. അല്ലാഹു തന്നെയാണ് വലുത്. പണത്തിനോ വീടിനോ കുടുംബത്തിനോ വിലയില്ല. സർവ്വതും കളഞ്ഞിട്ട് വെറും കയ്യോട് ഇട്ടിരുന്ന വസ്ത്രവുമായിട്ടാണ് സ്വഹാബികൾ നടന്നു പോയത്. എന്റെ പ്രിയമുള്ള സഹോദരാ, എത്ര വലിയ പണക്കാരാ പോയതെന്നറിയോ? എത്ര വലിയ സമ്പന്നന്മാരാ പോയതെന്നറിയോ? അതാ ചരിത്രത്തിൽ കാണാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സ്വഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോ നബിയുടെ മുന്നിലൂടെ കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. മഹാനായ മുസ്അബ് റളിയല്ലാഹു തആല അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയേ കരയുന്നത്? വീട്ടിലേക്ക് കടന്നു വരികയാ. മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് പറഞ്ഞു, ആരോടും പറയരുത്, ആരോടും പറയരുത്. കാരണം മിസ്അബ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് ഉമ്മാനെയാ. ഉമ്മാനെ അത്രയ്ക്കും വലിയ പേടിയാ. അവസാനം മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത് തന്റെ വീട്ടിലെ ഒരു ജോലിക്കാരൻ കാണുകയാണ്. വീട്ടിലേക്ക് ചെന്ന് പറഞ്ഞു കൊടുത്തു. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന് പിന്നെ നേരിടേണ്ടി വന്നത് വല്ലാത്ത പീഡനങ്ങളായിരുന്നു. നേതൃത്വം കൊടുക്കുന്നത് പെറ്റതള്ളയാ. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ വീടിന്റെ അകത്ത് കെട്ടിയിട്ടു. മിസ്അബ് തങ്ങളെ വിളിച്ചു പറഞ്ഞു, ഉമ്മാ എനിക്ക് മുത്തുനബിയെ കാണണം ഉമ്മാ.
എത്രയൊക്കെ ഉപദേശം കൊടുത്തിട്ടും തന്റെ പൊന്നുമകൻ നന്നാകാതെ വരുമ്പോ അതാ വീട്ടിലെ വേലക്കാരി മിസ്സബ് തങ്ങളെ വീടിന്റെ അകത്തിട്ട് തല്ലിച്ചതയ്ക്കുകയാ. ആരാ മിസ്സബെന്നറിയോ? മിസ്സബിന്റെ ആസ്തി എന്തെന്നറിയുവോടാ ചെറുപ്പക്കാരാ? സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രമാ മിസ്സബ് ധരിക്കുന്നത്. സാക്ഷാൽ അംബാനി പോലും ധരിക്കാറില്ല. പടച്ചവനെ, സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് നടന്ന മിസ്സബ് അതാ സുഗന്ധത്തിനോട് വല്ലാത്ത ആഗ്രഹമാണ്. ഒരിക്കലേ ഒരു സുഗന്ധം തേക്കാറുള്ളൂ. മുന്നിലും പുന്നിലും അടിമകൾ നടക്കുമായിരുന്നു. മിസ്സബ് കുതിരയുടെ മുകളിൽ വരുന്നത് കാണാ മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. ചരിത്രം പറയുന്നു, മക്കയിലെ പല തോട്ടങ്ങളും മിസ്സബിന്റെ ഉമ്മയുടെ തോട്ടമാ. അത്രയ്ക്കും വലിയ സമ്പന്നന്റെ മകനായ മിസ്സബ് അവസാനം എന്ത് ചെയ്തിട്ടും നേരെയാകാതെ വന്നപ്പോ അവിടെ നിന്ന് തല്ലിച്ചതച്ച് വീടിന്റെ വെളിയിലേക്ക് കൊണ്ട് വലിച്ചെറിയുകയാണ്. മിസ്സബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഉമ്മ വിളിക്കുന്നു, മിസ്സബേ, ഇവിടുന്ന് പുതിയ മതത്തിലേക്ക് പോകല്ലേടാ. ഇവിടുന്ന് പോയാൽ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് തരില്ല മിസ്സബ്. അല്ലാഹുവേ, ഉമ്മ വിളിച്ചു പറയുമ്പോ മിസ്സബ് റളിയല്ലാഹു തആല അൻഹു ഇട്ടിരുന്ന കമീസ് ഊരുകയാണ്. അവിടുന്ന് ധരിച്ച വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം അങ്ങ് ഊരിയിട്ട് ഉമ്മാടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുന്ന, ഉമ്മാ, ഇതും നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങിയതാ. ഈ മിസ്സബിനൊന്നും വേണ്ട ഉമ്മ. മിസ്സബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോ ഉമ്മ വിളിച്ചു പറഞ്ഞു, മിസ്സബേ, ഇനി നീ നിന്റെ നാവ് കൊണ്ടെന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ. ഇനി മുതൽ നീ എന്നെ ഉമ്മ എന്ന് വിളിക്കരുത്. ഞാൻ മരിച്ചാ പോലും നീ എന്നെ കാണാൻ വരരുത്. മിസ്സബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നുപോയി. ഈ ചെറുപ്പക്കാരൻ ഇത്രയും വലിയ മിസ്സബ്, ഇത്രയും വലിയ സമ്പന്നന്റെ ഉടമയായ മിസ്സബ്, അല്ലാഹുവേ, ചരിത്രം എടുത്തു നോക്ക് ചെറുപ്പക്കാരാ. എന്തിനാണ് മുത്തുനബി കരഞ്ഞതെന്നറിയോ? ഒരു പുതപ്പ് കൊണ്ട് ഇങ്ങനെ പുതച്ചിരിക്കുകയാ. ഒരേ ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ. ആ പുതച്ചിരിക്കുന്ന പുതപ്പ് 72 സ്ഥലങ്ങൾ കീറിയതാ. 72 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ച ഒരു പുതപ്പും പുതച്ചുകൊണ്ടാണ് മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു പോയത്. പ്രവാചകൻ കരയാറുള്ള കാരണമിതാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മിസ്സബേ, എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? യാ റസൂലല്ലാഹ്, സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാനുള്ള കൊതി കൊണ്ടാണ് നബിയേ. ഈ മിസ്സബാണ് മോരെ ഉഹദിന്റെ രണാകടത്തിലെ യുദ്ധം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകര് സ്വഹാബികൾ ഇങ്ങനെ ജനാസകൾ പൊതിയുകയാണ്. ഷഹീദായവരുടെ ജനാസ പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോ മുത്തുനബിയുടെ മുന്നിലേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ടൊരു ജനാസയുമായി കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് നോക്കുന്ന ആരുടെ ജനാസയാ? മിസ്സബ് റളിയല്ലാഹു തആല അൻഹു. എന്തേ സഹാബാ ജനാസ പൊതിയാത്തത്? മുത്തുനബിയേ, കഫൻ തുണി തികയുന്നില്ല നബിയേ, കഫൻ തുണി തികയുന്നില്ല. തലമറക്കുമ്പോ കാല് വെളിയിലാ, കാല് മറക്കുമ്പോ തല വെളിയിലാണ്. കഫൻ തുണി പോലുമില്ല, കഫൻ തുണി പോലും തികയുന്നില്ല. മുത്തുനബി പറഞ്ഞ് തലമറച്ചിട്ട് കഫൻ പൊതിയാറ്. അവസാനം കാല് 2 വെളിയിലാ. പുല്ലു പറിച്ചു കൊണ്ടുവാ സഹാബാ, പുല്ലു പറിച്ചു കൊണ്ടുവന്ന് കാലിൽ വെച്ച് കെട്ടിയിട്ടാ മിസ്സബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ഖബറടക്കിയത്. എന്റെ പ്രിയമുള്ളവരെ, ഇത്രയും വലിയ സമ്പന്നന്മാർ പടച്ചവനെ എല്ലാം കളഞ്ഞിട്ടാ ഹിജ്റ പോയത്. എന്തിനാ? അതുകൊണ്ട് ഹിജ്റ പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? വെറുതെ
അല്ലാഹു വലുതാണ്, പടച്ചവനാണ് ഏറ്റവും വലുത്, അല്ലാഹുവാണ് സർവ്വതിനേക്കാളും എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാ പോരാ, അത് ഹൃദയം കൊണ്ട് പറയണം സഹോദരാ. ജീവിതത്തിൽ നീ കാണിച്ചു കൊടുക്കണം സഹോദരാ. അല്ലാഹുവേ, പണം കിട്ടുമ്പോ പടച്ച റബ്ബിനെ മറക്കുന്നവനല്ല, അധികാരം കിട്ടുമ്പോ ദീനിനെ മറക്കുന്നവനല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ ദീനിനെയും ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളെയും ചവിട്ടി തേക്കുന്നവനല്ല മുസ്ലിം. എന്റെ പ്രിയമുള്ളവരെ, സർവ്വതിനേക്കാളും വലുത് അല്ലാഹുവാകണം. ഈ ലോകത്ത് സർവ്വതിനേക്കാളും വലുത് പടച്ച റബ്ബാകണം. നിനക്ക് വേണ്ട വിശ്വാസമതാണ്, നിനക്ക് വേണ്ട വിശ്വാസമതാണ്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വഹാബികൾ മുഴുവനും ഹിജ്റ പോയി. ഇനി ആകെയുള്ളതല്ലാ മുത്തുനബിയും ചില സ്വഹാബികളും രോഗം പിടിച്ച ചില സഹാബികളുമാ. എന്റെ പ്രിയമുള്ളവരെ, അന്നതാ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് നേതാവ്, മുത്തുനബിയാണ് നേതാവ്. എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് അവസാനവാ മുത്തുനബി പോയത്. ഇന്നങ്ങനെയല്ല, ഇന്ന് നേതാവാണ് ഒന്നാമതോടുന്നത്. നിങ്ങൾ ചിന്തിക്കണം, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, നാട്ടിൽ അക്രമവും എവിടെ നോക്കിയാലും കൊള്ളയും കൊലയും ഇതൊക്കെ നടക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, അനുയായികളോട് പറഞ്ഞു, നിങ്ങളെല്ലാം മദീനത്തേക്ക് പോ, നിങ്ങളെല്ലാം മദീനത്തേക്ക് പോ. എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഏറ്റവും അവസാനമാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരിച്ച് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ വലിയ പ്രകടനം നടക്കും, നേതാക്കന്മാരൊക്കെ ഫസ്റ്റ് സഫിൽ കയറി നിന്ന് പത്രത്തിലൊക്കെ വരാൻ നിരന്ന് നിന്നിട്ട് അങ്ങോട്ട് ഫോട്ടോ ഒക്കെ എടുക്കും. ലാത്തി ചാർജ് തുടങ്ങിയ ഉടനെ ഒട്ടം കണ്ടിട്ടുണ്ട്. ഏത് നേതാവിനെ അവിടെ കാണാം, ഏത് നേതാവിനെ കാണാ? എന്റെ പ്രിയമുള്ളവരെ, ഹിജ്റ പോകുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ നിങ്ങളൊക്കെ പോ, അവസാനം ഞാൻ വരാം. എല്ലാരും പോയി. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയ്ക്ക് വേണ്ടി തയ്യാറായി. മുത്തുനബി വീടിന്റെ അകത്ത് തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ മുങ്ങാൻ പോകുകയാണെന്ന് ഇബ്ലീസ് തന്നെയാ വന്ന് ഖുറൈശികൾക്ക് അറിയിച്ചു കൊടുത്തത്. അങ്ങനെ 7 ഗോത്രക്കാര് മുഴുവനും ഒരുമിച്ചുകൂടി മുത്തുനബിയെ കൊല്ലാൻ വീട് മുഴുവനും വളഞ്ഞിരിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും വളഞ്ഞു. വീടിന്റെ വെളിയിലിറങ്ങി അപ്പ കൊല്ലണം. എല്ലാവരും ഊരിപ്പിടിച്ച വാളുമായി കാത്തു നിൽക്കുമ്പോ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഹിജ്റ പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ ഉപദേശം എന്താ? ഹിജ്റ പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ ഉപദേശം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ തയ്യാറായിക്കോ, ഹിജ്റയ്ക്ക് റെഡിയായിക്കോ. വീടിന്റെ വെളിയിലിറങ്ങുമ്പോ ശത്രുക്കള് വീട് മുഴുവനും വളഞ്ഞു നിൽക്കുകയാണ്. നബിയേ, വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരിയിട്ട്, അല്ലാഹുവേ ഒരു പിടി മണ്ണ് വാരിയിട്ട്, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ, പരിശുദ്ധമായ ഖുർആനിലെ യാസീനിലെ ഒരായത്ത് പറഞ്ഞു കൊടുക്കുകയാ. നബിയേ, അല്ലാഹു കൂടെയുണ്ട് നബിയേ, ഒരുത്തരെയും ഭയപ്പെടണ്ട നബിയേ, ഒരാളെയും ഭയപ്പെടണ്ട നബിയേ. ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്തോതിയിട്ടൊന്ന് എറിഞ്ഞിട്ടിറങ്ങിപ്പോ നബിയേ. എന്റെ പ്രിയമുള്ള സഹോദരാ, അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ ഞാൻ കിടന്ന സ്ഥലത്ത് കിടക്കൂ, ഞാൻ കിടന്ന സ്ഥലത്ത് കിടക്ക്, അവിടെ പുതച്ചു കിടക്കാൻ പറഞ്ഞു. മുത്തുനബി ഒരു പിടി മണ്ണ് വാരി, അല്ലാഹുവേ വീടിന്റെ കവാടം തുറന്നു, ഒരു പിടി മണ്ണ് വാരിയിട്ട് ഒറ്റയേറാ. എന്നിട്ട് വീട് വളർന്നിരിക്കുന്ന ശത്രുക്കളുടെ നടുവിലൂടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോവുകയാ. അതാണ് മോനെ തവക്കല്, അതാണ് മോനെ പടച്ചവന്റെ സഹായം, അതാണ്. മുത്തുനബി ഇറങ്ങി നടന്നു പോവുകയാണ്. അവിടെ നിന്നവരുടെ മുഴുവനും കണ്ണിലേക്ക് മണ്ണ് വീഴുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. എല്ലാവരുടെ മുന്നിലൂടെ മുത്തുനബി നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ കൂട്ടുകാരൻ വഴിയിലിങ്ങനെ
ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. മുത്തുനബി അതാ തയ്യാറെടുത്ത് വന്നിരിക്കുകയാ. അതാ അബൂബക്കർ തങ്ങളുടെ മുഖത്ത് വല്ലാത്ത പ്രയാസമാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കും, അബൂബക്കറെ എന്റെ കൂടെ വരുന്നോ? എന്റെ കൂടെ വരുന്നോ നബിയേ? എന്റെ കൂടെ വരുന്നോ അബൂബക്കർ? മുത്തുനബി ചോദിക്കേണ്ട താമസമുണ്ടല്ലോ. അബൂബക്കർ തങ്ങൾക്ക് എടുക്കാനൊന്നുമില്ല. ഞാനുണ്ട് നബിയെ, എനിക്ക് എടുക്കാനൊന്നുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ അതാ മഹാനായ അബൂബക്കർ തങ്ങളെ നടക്കുകയാ. അവിടെന്ന് പറഞ്ഞു, നബിയേ എന്റെ ചുമലിൽ കേറി നബിയേ, എന്റെ ചുമലിൽ കേറി നബിയേ. എന്തിനാണെന്നറിയോ? നമ്മൾ രണ്ടുപേരും നടന്നുപോയാ കാൽപ്പാടം പിന്തുടർന്ന് ശത്രുക്കൾ നമ്മളെ വന്ന് പിടിക്കും നബിയേ. എല്ലാവരും പോകണ്ട വഴിയിലൂടെ പോകണ്ട, എതിർഭാഗത്തുള്ള വഴിയിലൂടെ മുത്തുനബിയെ ചുമലിലേക്ക് കയറ്റിയിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നടക്കുകയാണ്. കുറച്ച് മുന്നോട്ട് നടക്കും, കാലി വിപരീതമാണ് വെക്കുന്നത്. എന്നിട്ട് കാലിന്റെ പാടുകൾ മായിച്ചു കളയും. ഇതുപോലെ ഉമർദാ അബൂബക്കർ തങ്ങൾ മുത്തുനബിയെ ചുമന്നുകൊണ്ട് നടക്കുകയാ. അവസാന ശത്രുക്കൾ മുഴുവനും വളയുമ്പോ അല്ലാഹുവേ, ഉംറയ്ക്ക് പോകുമ്പോ പടച്ചവനെ 45 മിനിറ്റോളം മണിക്കൂറുകൾ നടന്നിട്ട് കയറി പോകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ തങ്ങളും ഇരുന്ന പർവ്വതം കാണോ. ആ ഗുഹയ്ക്കകത്ത് പോയി ദുആ ചെയ്യാ. എനിക്കും നിങ്ങൾക്കും ചരിത്രമറിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇരിക്കുന്നതിന് വേണ്ടി ഗുഹയ്ക്കകത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂലിന് ഇരിക്കാ ആ ഗുഹ മുഴുവനും തയ്യാറാക്കി. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാ. അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങുമ്പോ ശത്രുക്കൾ വന്നിട്ട് ഗുഹയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. ശത്രുക്കൾ വന്നിട്ട് ഗുഹയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. ശത്രുവിന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ആ ഗുഹയ്ക്കകത്തടിക്കുന്നു. ശത്രുവിന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ആ ഗുഹയ്ക്കകത്തിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാണുകയാണ്. അബൂബക്കർ തങ്ങൾ പിടയുന്നുണ്ട്, പേടിച്ച് കൈകാലുകൾ വിറയ്ക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അബൂബക്കറെ എന്തിനാ നീ പേടിക്കുന്നത്? മുത്തുനബി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാ അബൂബക്കറെ നീ പേടിക്കുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അവനെങ്ങാണം അവന്റെ കാലിലൊന്ന് നോക്കിയാ നമ്മളെ കാണുമല്ലോ നബിയേ. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയും, നബിയേ, ഈ മുകളിൽ നിൽക്കണവനെങ്ങാണ് അവന്റെ കാലി നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചെന്തെന്നറിയോ? എടാ, അവൻ കാലി നോക്കണമെങ്കിൽ അബൂബക്കറെ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് അബൂബക്കറെ. ഞാനും നീ മാത്രമല്ല, മൂന്നാമനായിട്ട് ഒരാള് നമ്മുടെ കൂടെയുണ്ട്, അല്ലാഹ്. അവനവന്റെ കാലി നോക്കണമെങ്കിൽ അല്ലാഹു തീരുമാനിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ ഈമാൻ. ആ ഗുഹയ്ക്കകത്തിരിക്കുമ്പോഴും മുത്തുനബി ചിരിച്ചോണ്ട് പറഞ്ഞത്, അബൂബക്കറെ അവനവന്റെ കാലി നോക്കണമെങ്കിൽ അവൻ വിചാരിച്ചാ പോരാ, അല്ലാഹ് വിചാരിക്കണം. ആ ഒരു തവക്കല എനിക്കും നിങ്ങൾക്കും വേണ്ടത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.